നരേന്ദ്രമോദി അല്പസമയത്തിനും ഉള്ളിൽ കടന്നു വരും. അതിനുശേഷം 7:15 കൃത്യമാണ് ഇതിന്റെ ഒരു സമയക്രമം എന്ന് പറയുന്നത്. 7:15 സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അതിഥികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ മിഥുൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 53 41 ബി ജെ പിയിൽ നിന്നും 49 വരെ പറഞ്ഞു. 49 അത് ഘടകകക്ഷികൾ കൂട്ടിയല്ലേ സാർ? പ്രധാനമന്ത്രി ഉൾപ്പെടെ 49. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ 53. അതെ നേരത്തെ 36 ആയിരുന്നു ബി ജെ പി മന്ത്രിമാരുടെ എണ്ണം. അത് 41 ആയിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. പിന്നെ 12 പേർ ഘടകകക്ഷികൾ എന്ന് വരുന്നു. അത് 13 ആയിരുന്നു. പക്ഷേ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി പ്രഫുൽ പട്ടേൽ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12 പേരാണ്. അപ്പോൾ 53 പേരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടത്. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് മന്ത്രിമാരുടെ കാര്യത്തിലുണ്ട്? ഔദ്യോഗികമായിട്ടുള്ള റിലീസ് വന്നോ മിഥുൻ, രാകേഷ്? ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നതാണല്ലോ രാഷ്ട്രപതി ഭവനിൽ നിന്ന്. നിലവിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോഴും സസ്പെൻസ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഓരോ നമ്മളുടെ CNN ന്യൂസ് 18 പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് ഓരോ മേഖല തിരിച്ച്, അതായത് ഓരോ സംസ്ഥാനം തിരിച്ച് എത്ര മന്ത്രിമാരുണ്ട് എന്നുള്ള ലിസ്റ്റ് അവർ പുറത്തുവിടുന്നുണ്ട്. ആ ഒരു കണക്ക് മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഒഡീഷയിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, ഒപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ, ജുവൽ ഓറം, ഈ 3 പേർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കർണാടകയിൽ നിന്ന് നിർമ്മല സീതാരാമൻ, എച്ച് ഡി കുമാരസ്വാമി, പ്രഹ്ലാദ് ജോഷി, ഒപ്പം തന്നെ ശോഭ കരന്തലജെ, വി സോമണ്ണ തുടങ്ങിയ ആളുകൾക്ക്, അങ്ങനെ കർണാടകയിൽ നിന്ന് മുഴുവൻ 5 പേർക്ക് കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ പീയൂഷ് ഗോയൽ, നിതിൻ ഗഡ്കരി, പ്രതാപ് റാവോ ജാദവ്, രക്ഷേ കട്സെ, രാംദാസ് അത്താവാലെ, ഒപ്പം തന്നെ ഇത്രയും പേർക്കാണ് മഹാരാഷ്ട്രയിൽ നിന്ന്. അതായത് നിലവിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ NCPയിലെ അജിത് പവാർ വിഭാഗം അവർ മന്ത്രിസ്ഥാനത്തേക്കില്ല എന്ന് അവർ അറിയിച്ചത് തുടർന്ന് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഗോവയിൽ നിന്ന് ശ്രീപദ് നായിക് ഉണ്ട്, ജമ്മു കാശ്മീരിൽ നിന്ന് ജിതേന്ദ്ര സിംഗ്, ഹിമാചൽ പ്രദേശിൽ നിന്ന് JP നഡ്ഡയുടെ പേര് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. JP നഡ്ഡ അങ്ങനെ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് അല്ലേ? ഇത് ശ്രദ്ധേയമാണല്ലോ. അതാണ് ഈ പട്ടികയിൽ മാറ്റം വന്നത്. JP നഡ്ഡയുടെ പേര് ആദ്യത്തെ ആ പട്ടികയിൽ ഇല്ലായിരുന്നു. മിഥുൻ, സ്ഥിരീകരിക്കാവുന്നതാണോ JP നഡ്ഡ മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം? തീർച്ചയായും നമുക്കറിയാം, അദ്ദേഹം ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുമെന്നുള്ള സൂചനകൾ നേരത്തെ ലഭ്യമായിരുന്നു. എന്തായാലും ഈ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് BJP അധ്യക്ഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഏത് വകുപ്പാണ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹിമാചൽ പ്രദേശിന് നമുക്കറിയാം അനുരാഗ് ഠാക്കൂറിന്റെ പേര് ആദ്യം മുതൽ തന്നെ കേട്ടില്ല എന്നുള്ളത് തന്നെയാണ് JP നദ്ദയ്ക്ക് ഒരു വഴിയൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് JP നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുരാഗ് ഠാക്കൂർ എന്തുകൊണ്ട് ആ പട്ടികയിൽ ഇല്ലായിരുന്നു എന്ന കാര്യം, അതിൽ ചർച്ച വന്നത് JP നദ്ദ വരാനുള്ള സാധ്യതയായിരുന്നു. അദ്ദേഹം ഹിമാചൽ പ്രദേശിന്റെ ഒരു പ്രതിനിധിയാണല്ലോ, അദ്ദേഹം രാജ്യസഭയിലാണെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ JP നദ്ദയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ CNN ആ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. CNN ന്യൂസ് 18 ആ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. JP നദ്ദ മോദി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ചില പേരുകൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ശ്രീപദ് നായികിന്റെ പേര് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വിട്ടുപോയതാണ്. ഗോവയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കാര്യം ശുഭമായിരുന്നു. സോമണ്ണയുടെ പേരും നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലെ? ജുവലോകത്തിന്റെ കാര്യവും പറഞ്ഞില്ലായിരുന്നു. ശരിയാണ് 41 എന്നുള്ളത്. JP നദ്ദയുടെ കാര്യം അതെ, JP നദ്ദയ്ക്ക് വലിയൊരു സ്ഥാനം കൊടുക്കേണ്ടി വരും. സുരേഷ് ഗോപി വരുന്നു. സുരേഷ് ഗോപി മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുകയാണ്. കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ് സുരേഷ് ഗോപി. മോദി മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്കായി കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരളത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്ത സുരേഷ് ഗോപി ഇതാ സത്യപ്രതിജ്ഞയ്ക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിലെ ആ പ്രൗഢഗംഭീരമായ സദസ്സിന് മുന്നിലേക്ക്. സുരേഷ് ഗോപി അല്പസമയത്തിനകം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിന്റെ കുടുംബവും ഒപ്പം ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് അദ്ദേഹം 12:15 തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് അദ്ദേഹവും കുടുംബവും യാത്ര തിരിച്ചത്. ഇത് ഈ മോദി മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ആരാണോ മന്ത്രിയാകാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് അവസാന നിമിഷമേ അവർ അറിയുമായിരുന്നുള്ളൂ. ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടില്ല. ഇരു ചെവി അറിയാതെയാണ് ഓരോരുത്തരെയും വിളിച്ച് നിങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കായി എത്തണം എന്ന കാര്യം അറിയിച്ചത്. ജോർജ് കുര്യൻ അതുകൊണ്ട് കുടുംബത്തെ കൂടെ കൊണ്ടുപോകുവാനും കഴിഞ്ഞിട്ടില്ല. ഇത് രഹസ്യമായി സൂക്ഷിക്കുന്ന ആ പതിവ് ഇത്തവണയും ആവർത്തിച്ചു. ഘടകകക്ഷികളുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല, അവർക്ക് നേരത്തെ തന്നെ വിവരം കിട്ടാറുള്ളതാണ്. നിർമ്മല സീതാരാമനെയാണ് അല്പം മുമ്പ് കണ്ടത്. വീണ്ടും മന്ത്രിസഭയിലേക്ക് അവർ വരികയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ദൃശ്യങ്ങൾ
ദൃശ്യങ്ങളിൽ കാണാം. വെങ്കയ്യ നായിഡുവുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ശിവരാജ് സിംഗ് ചൗഹാനെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം മോദി മന്ത്രിസഭയിലേക്ക് വരികയാണ്. മധ്യപ്രദേശിൽ തിളക്കമാർന്ന വിജയം ഇത്തവണ BJPക്ക് കിട്ടിയിരുന്നു. മുഴുവൻ സീറ്റുകളും ജയിക്കാൻ ഇത്തവണ BJPക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ ശിവരാജ് സിംഗ് ചൗഹാൻ മോദി മന്ത്രിസഭയിലേക്ക് വരുന്നു. അമിത്ഷാ, നിതിൻ ഗഡ്കരി, രണ്ട് പ്രമുഖർ, മോദി മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖർ, അവരെ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അതിഥികൾ എത്തുന്നു. അതോടൊപ്പം തന്നെ നിയുക്ത മന്ത്രിമാരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാ കണ്ണുകളും രാഷ്ട്രപതി ഭവനിലേക്കാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നരേന്ദ്രമോദി കടന്നുവരും.